Good morning, all. Okay, classes start ചെയ്യുകയാണ്. കുറച്ച് ലേറ്റ് ആയി. കൊണ്ടല്ല വേറെ ക്ലാസ്സിൽ നിന്ന് വന്ന് കുറച്ച് പിക്ചറും കാര്യങ്ങളൊക്കെ ഇടാനുണ്ടായിരുന്നു. Okay. So then class start ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ മെത്തേഡ്സ് ആണ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ അതില് ഫസ്റ്റ് 3 ഡിസ്പോസൽ മെത്തേഡ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇൻസിനറേഷൻ ടെക്നോളജി, ഓട്ടോക്ലേവിംഗ് ആൻഡ് മൈക്രോവേവ് ഇറിഡേഷൻ. ഓക്കെ, അപ്പോ ഇൻസിനറേഷൻ ടെക്നോളജി നമ്മൾ പറഞ്ഞു എന്താണ്, നമ്മൾ ഉയർന്ന ഹൈ ടെമ്പറേച്ചറിൽ നമ്മൾ വസ്തുക്കളെ ബേൺ ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് അല്ലെ. ദെൻ നമ്മൾ പറഞ്ഞു ഓട്ടോക്ലേവിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റീം ടെമ്പറേച്ചറിൽ ഹൈ ടെമ്പറേച്ചറിൽ നമ്മൾ നീരാവി സ്റ്റീം ചെയ്തെടുത്തിട്ട് ദെൻ അതിനെ നമ്മൾ ലാൻഡ് ഫില്ല് ചെയ്ത് കളയുന്നു. ദെൻ മൈക്രോവേവ് ഇറിഡേഷനിൽ പറഞ്ഞത് ഉയർന്ന ഫ്രീക്വൻസി തരംഗങ്ങൾ വഴി നമ്മൾ ഈ പാഴ്വസ്തുക്കളിലെ കണികകളൊക്കെ വേർതിരിക്കുന്ന ഒരു പ്രോസസ്. ഓക്കെ, 3 കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇനി നെക്സ്റ്റ് വന്ന് നോക്കാം. 4ാമതായിട്ട് പറയുന്നത് കെമിക്കൽ മെത്തേഡ്സ്. നമ്മൾ ഈ പറയുന്നത് എന്താണ്, ഓരോ നമ്മൾ ഈ ബയോമാലിന്യങ്ങളെ പല രീതിയിൽ നമുക്ക് ഏതെല്ലാം രീതിയിൽ ഡിസ്പോസൽ ചെയ്യാമെന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഡിസ്പോസൽ മെത്തേഡ്സ് ആണ്. ദെൻ നോക്കാം കെമിക്കൽ മെത്തേഡ്സിനകത്ത് 1% for chemical disinfection or 1% hypochlorite solution can be used. 1% കെമിക്കൽ ഡിസിൻഫെക്ഷനോ എന്തെങ്കിലും കെമിക്കൽ രാസപദാർത്ഥങ്ങൾക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ 1% ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ ക്യാൻ ബി യൂസ്ഡ്. ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് നമ്മൾ നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കാറുള്ള സൊല്യൂഷൻ ആണ്? എന്തൊക്കെയാണ്? എക്സാമ്പിൾ പറയാമോ ഏതെങ്കിലും ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷന്? ബ്ലീച്ചിങ് പൗഡർ ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലെ. അതുപോലെ തന്നെ ക്ലോറിൻ, ബ്ലീച്ചിങ് പൗഡർ, ക്ലോറിൻ ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ബ്ലീച്ചിങ് പൗഡർ ഇടാറില്ലേ കിണറിലൊക്കെ ആണെങ്കിൽ നമ്മള് ശുദ്ധീകരണ അണുക്കളൊക്കെ പോവാൻ വേണ്ടിയിട്ടും മറ്റും നമ്മുടെ ക്ലോറിനും അല്ലെങ്കിൽ ബ്ലീച്ചിങ് പൗഡറൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ചെയ്യാറുണ്ടോ? ചെയ്യാറില്ലേ നിങ്ങള്? ഒരു റെസ്പോൺസ് ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ ഹൈപ്പോക്ലോറൈറ്റിന് ഉദാഹരണമായിട്ട് നമുക്ക് ബ്ലീച്ചിങ് പൗഡറോ അല്ലെങ്കിൽ ക്ലോറിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അത് 1% ആണ്. ഇപ്പൊ നമ്മൾ ഫ്ലോർ ക്ലീനർ ഒക്കെ ചെയ്യാനൊക്കെ നമ്മൾ എന്താണ് ഇപ്പൊ ക്ലോറിൻ ആയിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഡെറ്റോളൊക്കെ യൂസ് ചെയ്യും. ഡെറ്റോൾ ഒരു കുപ്പി അങ്ങനെ തന്നെയാണോ നമ്മൾ ഒഴിക്കുന്നത്? ആണോ? ഒരു തുള്ളി മതി അല്ലെ. ഒരു 1%, ഒരു തുള്ളി 1-2 തുള്ളി മാത്രം നമ്മൾ വെള്ളത്തിൽ ഒഴിച്ചതിന് ശേഷമാണ് നമ്മൾ ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് ഇത് ഉപയോഗിക്കുന്നത്. അതാണ് കെമിക്കൽ മെത്തേഡ്സിൽ പറയുന്നത്. ഇനി 5th വൺ നോക്കാം, പ്ലാസ്മ പൈറോളിസിസ്. പ്ലാസ്മ പൈറോളിസിസ് എന്താണ് പ്ലാസ്മ എന്ന് പറയുന്നത്? കേട്ടിട്ടുണ്ടോ? പ്ലാസ്മ ചെറിയ ക്ലാസ്സിൽ സയൻസ് ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. പ്ലാസ്മ എന്താണ്? പ്ലാസ്മ എന്തെങ്കിലും പറയാൻ പറ്റുമോ? പ്ലാസ്മ എന്ന് പറയുന്നത് എന്താണ്? കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും പ്ലാസ്മ എന്നുള്ളൊരു വാക്ക്? അതും കേട്ടിട്ടില്ല. പ്ലാസ്മ ഫസ്റ്റ് തുടങ്ങി റിപ്പീറ്റ് ചെയ്യണോ? ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് ഒന്നും കൂടി പറയാം. ഓക്കെ, 7 പോയിന്റ് വരെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് തുടങ്ങി പറയാം. ഓക്കെ, മതിയോ അങ്ങനെ? ഓക്കെ, പ്ലാസ്മ പൈറോളിസിസ്. പ്ലാസ്മ എന്ന് പറയുന്നത് നമ്മള് പഠിച്ചിട്ടുണ്ട്. നിങ്ങള് ഒരു വസ്തുക്കൾ നമ്മള് ഖരം, ദ്രാവകം, വാതകം പഠിച്ചിട്ടുണ്ടാവും. 3 നമ്മൾ പറയുന്നത് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഫോം ആണ്, അതിന്റെ 4ാമത്തെ ഫോം ആണ് പ്ലാസ്മ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? നോക്കാം. പ്ലാസ്മ പൈറോളിസിസ് ആൻഡ് അൾട്രാ മോഡേൺ ടെക്നോളജി ഫോർ സേഫ് റിമൂവൽ ഓഫ് മെഡിക്കൽ വേസ്റ്റ്. അണ്ടർലൈൻ ചെയ്യാം. പ്ലാസ്മ പൈറോളിസിസ് എന്ന് പറയുന്നത് ചെറിയൊരു ഭാഗം. എന്താണ് പ്ലാസ്മ പൈറോളിസിസ് എന്ന് മാത്രം പഠിക്കാനുള്ളൂ. ഒരുപാട് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. എന്താണ് ആ ഒരു പ്രോസസ്സ് അത് മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, പ്ലാസ്മ പൈറോളിസിസ് ഈസ് ആൻ അൾട്രാ മോഡേൺ ടെക്നോളജി. ഇതൊരു അത്യാധുനികമായിട്ടുള്ള ഒരു മോഡേൺ സംവിധാനമാണ്. എന്തിനു വേണ്ടി? സേഫ് റിമൂവൽ ഓഫ് മെഡിക്കൽ വേസ്റ്റ്. മെഡിക്കൽ വേസ്റ്റിന്റെ സേഫ് റിമൂവലിന് വേണ്ടിയിട്ട് അല്ലെ, സേഫ് ആയിട്ട് സുരക്ഷിതമായിട്ട് മെഡിക്കൽ വേസ്റ്റിന് റിമൂവ് ചെയ്യാനായിട്ടുള്ള ഒരു അത്യാധുനികമായിട്ടുള്ള ഒരു രീതിയാണ് പ്ലാസ്മ പൈറോളിസിസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൻ എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ടെക്നോളജി. ഇത് എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ്. The plasma pyrolysis process is the thermal degradation of organic substance in absence of air
യൂട്ടിലൈസിംഗ് പ്ലാസ്മ എനർജി. ഓക്കെ, അപ്പോ ഈ ഒരു ടെക്നോളജി എന്ന് പറയുന്നത് ഓർഗാനിക് സബ്സ്റ്റൻസ്, ജൈവ മാലിന്യങ്ങൾ, ഹോസ്പിറ്റലിൽ നിന്നൊക്കെ പുറപ്പെടുവിക്കുന്ന അല്ലെങ്കിൽ മറ്റ് ജൈവ മാലിന്യങ്ങളെ നമ്മൾ ഡിഗ്രഡേഷൻ ചെയ്യാൻ അല്ലെങ്കിൽ വിഘടിപ്പിക്കാൻ, ഡിഗ്രഡേഷൻ ചെയ്യാന്ന് വെച്ചാൽ വിഘടിപ്പിച്ച് അതിനെ നമ്മൾ നശിപ്പിച്ച് കളയാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജി അല്ലെങ്കിൽ ആ ഒരു പ്രോസസ് ആണ് പ്ലാസ്മ പൈറോളിസിസ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ആബ്സെൻസ് ഓഫ് എയറിന്റെ ആബ്സെൻസിൽ നമുക്ക് ഓക്സിജന്റെ സാന്നിധ്യം അവിടെ ആവശ്യമില്ല, മറിച്ച് നമ്മൾ അവിടെ യൂട്ടിലൈസ് ചെയ്യുന്നത് പ്ലാസ്മ എനർജിയാണ്. പ്ലാസ്മ ഊർജം ഉപയോഗിച്ചുകൊണ്ട്, അല്ലെ ഇപ്പൊ നമ്മള് പറയാറുണ്ട് നമ്മളിപ്പോ സൺലൈറ്റ് ആ ഒരു ഊർജ്ജമൊക്കെ ഉപയോഗിക്കും. അതുപോലെ തന്നെ ഈ പ്ലാസ്മ എനർജി, അതായത് പ്ലാസ്മ ഊർജം, ഇതൊരു മീൻസ് കത്തുന്ന രീതിയിലുള്ള ഒരു എനർജിയാണ്. ഈ പ്ലാസ്മ എനർജി ഉപയോഗിച്ചുകൊണ്ട് നമ്മള് ജൈവ അവശിഷ്ടങ്ങളും ജൈവ മാലിന്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഓർഗാനിക് ആയിട്ടുള്ള സബ്സ്റ്റൻസുകൾ, ജൈവ മാലിന്യങ്ങള് നമ്മൾ എന്ത് ചെയ്യുന്നു, വിഘടിപ്പിക്കുന്ന ആ ഒരു പ്രോസസ്സ്. നമ്മൾ അതിനെ വിഘടിപ്പിച്ച് വേർതിരിച്ച് പല രീതിയിൽ സോളിഡ് ആയിട്ടുള്ളത് ലിക്വിഡ് ആയിട്ടുള്ളതൊക്കെ ആക്കി അതിനെ മാറ്റുന്ന ആ ഒരു പ്രോസസ് ആണ് പ്ലാസ്മ പൈറോളിസിസ് എന്ന് പറയുന്നത്. ഇതിന് എയറിന്റെ സാന്നിധ്യം ആവശ്യമില്ല, അത് എക്കോ ഫ്രണ്ട്ലി ആണ്. അതുപോലെ തന്നെ ഇതൊരു മോഡേൺ ടെക്നോളജിയാണ്. സുരക്ഷിതമായിട്ട് നമുക്ക് മെഡിക്കൽ വേസ്റ്റിന് റിമൂവൽ ചെയ്യാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു മെത്തേഡാണ് പ്ലാസ്മ പൈറോളിസിസ് എന്ന് പറയുന്നത്. ഈ മെഡിക്കൽ വേസ്റ്റിൽ മാത്രമല്ല, മറിച്ച് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് ബയോഗ്യാസ് പ്ലാന്റ് ഒക്കെ ഉണ്ടല്ലോ, ഇവിടെയൊക്കെ നമ്മൾ ജൈവ മാലിന്യങ്ങളാണ് അല്ലെ, അവിടെയെല്ലാം നമുക്ക് ഈ പ്ലാസ്മ പൈറോളിസിസ് മെത്തേഡ് ഉപയോഗിക്കാണ്. അപ്പോൾ ജൈവ മാലിന്യങ്ങളെ വിഘടിച്ച് വേർതിരിക്കുന്നു. ഓക്കെ, ക്ലിയർ ആണോ? പ്ലാസ്മ പൈറോളിസിസ് ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. ഫസ്റ്റ് ആ ഒരു സെന്റൻസ് മാത്രം അണ്ടർലൈൻ ചെയ്ത് വെക്കുക. എക്സാമിന് പ്ലാസ്മ പൈറോളിസിസ് എന്താണെന്ന് ഒരു ഡെഫിനേഷൻ പോലെയാണ് ചോദിക്കാറ്. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് ഒന്നും പഠിക്കാനില്ല. ആ ഒരു പ്രോസസ്സ് എയറിന്റെ അസാന്നിധ്യത്തില്, എയറിന്റെ അഭാവത്തില് പ്ലാസ്മ എനർജി ഉപയോഗിച്ചുകൊണ്ട് ഓർഗാനിക് സബ്സ്റ്റൻസിനെ നമ്മൾ ഡിഗ്രഡേഷൻ ചെയ്യുന്നു, അതിനെ വിഘടിപ്പിച്ചിട്ട് നമ്മൾ റിമൂവ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് പ്ലാസ്മ പൈറോളിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? വായിച്ചോ? അണ്ടർലൈൻ ചെയ്തോ എല്ലാവരും പ്ലാസ്മ പൈറോളിസിസ്? ഓക്കെ, നെക്സ്റ്റ് വൺ അടുത്ത ഡിസ്പോസൽ മെത്തേഡ് ആണ് ലാൻഡ് ഡിസ്പോസൽ അല്ലെ. നമ്മൾ ലാൻഡ് ഫിൽ ചെയ്യും. നോക്കാം, as the name indicates, land disposal include two methods. ലാൻഡ് ഡിസ്പോസൽ മെത്തേഡിൽ തന്നെ രണ്ട് കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. രണ്ട് മെത്തേഡ്സ് ഉണ്ട്, which are open dumping and sanitary landfill. ഓപ്പൺ ഡംപിങ്ങും സാനിറ്ററി ലാൻഡ്ഫില്ലും. ഓപ്പൺ ഡംപിങ് എന്താണെന്ന് നോക്കാം. ഓപ്പൺ ഡംപിങ് ഈസ് ആൻ അൺസെക്യൂർ മെത്തേഡ്. ഇതൊരു അൺസെക്യൂർ ആയിട്ടുള്ള മെത്തേഡ് ആണ്. Open dumping is an unsecured method because the waste would then be discarded in any open space that may be led to pollution problems. നമ്മൾ ഒരു ഓപ്പൺ തുറസായ ഒരു ഏരിയയിലേക്ക് വേസ്റ്റുകൾ വലിച്ചെറിയുന്നതിനെയാണ് നമ്മൾ ഓപ്പൺ ഡംപിങ് എന്ന് പറയുന്നത് അല്ലെ. ഇന്ന് നമുക്കറിയാം, നമ്മൾ പോകുന്ന വഴിയിലും റോഡരികിലും എല്ലാം ഓപ്പൺ ഡംപിങ് ആണ് അല്ലേ. നമ്മൾ കാണാറുള്ളതല്ലേ, ഈ ആളുകൾ വന്നിട്ട് തുറസായ സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഗ്രൗണ്ടോ ഒരു ആളൊഴിഞ്ഞ പ്രദേശം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആളുകൾ വന്നിട്ട് വേസ്റ്റ് അങ്ങനെ ഓപ്പൺ ഡംപിങ് ചെയ്യുന്നത് അല്ലേ. അപ്പോ അതുമൂലം എന്താണ് ഭാവിയിൽ നമുക്ക്, അല്ലെങ്കിൽ കുറച്ചും കൂടി അത് പൊല്യൂഷൻ ആണ് അല്ലെ. അത് വന്നിട്ട് മറ്റു വേസ്റ്റുകളെല്ലാം വലിച്ചു വാരി വിതറിക്കിടക്കും. അതുപോലെ തന്നെ അത് പൊല്യൂഷനും സൃഷ്ടിക്കുന്നു. അപ്പൊ അതാണ് ഓപ്പൺ ഡംപിങ് എന്ന് പറയുന്നത്. പൊല്യൂഷൻ പ്രോബ്ലംസും മറ്റു അസുഖങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഇതിലൂടെ വരുന്നു. For sanitary landfills, ഇനി എന്താണ് സാനിറ്ററി ലാൻഡ്ഫിൽസ് എന്ന് പറയുന്നത്? Sanitary landfills, a secured area is selected away from the population. ഒരു secured ആയിട്ടുള്ള ഒരു ഏരിയ, അതായത് ഒരു ആളുള്ള ഒരു പ്രദേശം അല്ലെ, അതായത് വലിയ ആൾ താമസമൊന്നും ഇല്ലാത്ത അല്ലെങ്കിൽ വലിയ പോപ്പുലേഷൻസ് ഒന്നും ഇല്ലാത്ത ഒരു പ്രദേശം. The dumping is performed in the deepest layer.
layer wise, and care is taken so that waste is not exposed to the atmosphere. ഇവിടെ നമ്മൾ ഓപ്പൺ ഡംപിംഗ് അല്ല ചെയ്യുന്നത്, മറിച്ച് ആളൊഴിഞ്ഞൊരു പ്രദേശം അല്ലേ, ഇവിടെ ആ വീടുകളൊന്നും അടുത്തില്ല അല്ലെങ്കിൽ വേറെ മറ്റേ പോപ്പുലേഷൻസ് ഒന്നും വരാത്ത രീതിയിലുള്ള ഒരു ആളൊഴിഞ്ഞൊരു ഏരിയയില് നമ്മൾ വേസ്റ്റ് ഡംപ് ചെയ്യുന്നത് ലെയർ ആയിട്ടാണ്. അതായത് ഓരോ ലെയർ ആയിട്ടും, അതായത് നമ്മൾ വലിച്ചെറിയുകയല്ല, മാക്സിമം ലെയർ ആയിട്ട് നമ്മൾ പാളികളായിട്ട് തിരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വേസ്റ്റിനെ നമ്മൾ ഡംപ് ചെയ്യുന്നു. അപ്പൊ അത് അന്തരീക്ഷത്തിൽ വേറെ പൊല്യൂഷൻസോ കാര്യങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. ഓക്കെ, ടു ടൈപ്സ് ഡംപിംഗ് ആണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് ഓപ്പൺ ഡംപിംഗും ദെൻ എന്താണ് സാനിറ്റൈസിങ് ലാൻഡ്ഫില്ലും. ക്ലിയർ ആണോ? ഓപ്പൺ ഡംപിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ വലിച്ചെറിയുക, അതുമൂലം പൊല്യൂഷൻസ് ഒക്കെ ഉണ്ടാകുന്നു. ദെൻ സാനിറ്ററി ലാൻഡ്ഫിൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ ലെയർ ആയിട്ടാണ് ഡംപ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് വേറെ അറ്റ്മോസ്ഫിയർ പ്രോബ്ലംസോ അല്ലെങ്കിൽ പൊല്യൂഷൻസ് ഒന്നും ഉണ്ടാകുന്നില്ല. ക്ലിയർ ആണോ? ലാൻഡ്ഫിൽ ഡിസ്പോസൽ വായിച്ചു നോക്കുക കേട്ടോ. ലാൻഡ് ഡിസ്പോസൽ വായിച്ചു നോക്കിയേ. സാനിറ്ററി ലാൻഡ്ഫിൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ വലിച്ചെറിയാതെ പാളികളായിട്ട്, അതായത് നമ്മൾ കുഴി മൂടിയിട്ട് ഓരോ ലെയർ ആയിട്ട് കുഴിയിൽ നമ്മൾ വേസ്റ്റ് ഡംപ് ചെയ്യുന്ന ഒരു പ്രോസസ്സ്. ഓപ്പൺ എന്ന് പറഞ്ഞാൽ ചുമ്മാ വലിച്ചെറിയുന്നുണ്ട് നമ്മൾ അല്ലേ, പക്ഷെ സാനിറ്ററി എന്ന് പറയുമ്പോൾ ലെയർ ആയിട്ട് നമ്മൾ കുഴിച്ചു മൂടുന്നു. ലാൻഡ് ഡിസ്പോസൽ ചെയ്യുന്നതും ഒരുവിധം നമ്മൾ മണ്ണിൽ അഴിഞ്ഞു ചേരുന്ന തരത്തിലുള്ള വേസ്റ്റുകളൊക്കെ ആയിരിക്കും. മീൻസ് ജൈവാവശിഷ്ടങ്ങളും അങ്ങനെയെല്ലാം ആയിരിക്കും നമ്മൾ ലാൻഡ് ചെയ്യുന്നത് കൂടുതലും. ഓക്കെ, ഏതൊക്കെയാണ് നമുക്ക് ഇനി നെക്സ്റ്റ് ടേബിളിൽ പഠിക്കാനുണ്ട്. നെക്സ്റ്റ് വൺ നോക്കാം, ഇനർട്ടിസേഷൻ. നോക്കാം, in inertization, to bring down the toxicity of waste and minimize the likely risk, it is mixed with a cement or another inert material. എന്താണ് ഇനേർട്ട് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ? ഇനർട്ടിസേഷൻ എന്ന് വെച്ചാൽ മലയാളത്തിൽ എന്താ പറയാ, നിഷ്ക്രിയത്വം. ഓക്കെ, പ്രോപ്പർ മലയാളത്തിൽ പറഞ്ഞാൽ നിഷ്ക്രിയത്വം എന്നാണ് പറയുന്നത്. അതായത് നമ്മള് ഈ കട്ടി കൂടിയ അല്ലെങ്കിൽ ചില നമ്മള് കട്ടി മീൻസ് കെമിക്കൽ ആയിട്ടുള്ള വേസ്റ്റുകളെയും മറ്റും നമ്മള് കോൺക്രീറ്റ് പോലുള്ള അങ്ങനെയുള്ള നമ്മൾ കട്ടിയായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു, മിക്സ്ഡ് വിത്ത് സിമെന്റ് ഓർ അനദർ ഇനർട്ട് മെറ്റീരിയൽ അല്ലെ, സിമെന്റോ അല്ലെങ്കിൽ നമ്മൾ ആ മാലിന്യത്തിന്റെ വിഷാംശം അല്ലെങ്കിൽ ആ ഒരു ടോക്സിറ്റി ചില വിഷാംശം കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതിൽ നമ്മള് സിമെന്റോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മെറ്റീരിയൽസോ മിക്സ് ചെയ്യുന്നുണ്ട്. അറൌണ്ട് 30 to 40% of cement is blended with the waste. ഒരു ഏകദേശം 30 to 40% സിമെന്റ് നമ്മൾ മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ആ ഒരു മാലിന്യത്തിന്റെ ആ ഒരു ടോക്സിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട്, വിഷാംശത്തിന്റെ ആ ഒരു കാഠിന്യം കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതില് സിമെന്റ് ഒക്കെ എന്ത് ചെയ്യുന്നു, മിക്സ് ചെയ്യുന്നു. സിമെന്റോ അല്ലെങ്കിൽ മറ്റു നിഷ്ക്രിയത്വമുള്ള വസ്തുക്കൾ, ഇപ്പൊ നിങ്ങൾ എക്സാമ്പിൾ കുമ്മായം കേട്ടിട്ടുണ്ടോ? പറഞ്ഞറിയാൻ കുറച്ച് പേർക്കൊക്കെ അറിയാൻ പറ്റും. കുമ്മായം എന്ന് പറഞ്ഞൊരു മിശ്രിതമൊക്കെ മിക്സ് ചെയ്യാറുണ്ടെങ്കിൽ ഇല്ലേ? ഓക്കെ, കുറച്ച് പേർക്ക് അറിയാം. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ മിക്സ് ചെയ്യുമ്പോൾ വിഷാംശമൊക്കെ കുറയാനായിട്ട് സാധിക്കുന്നു. This method is useful for treating pharmaceuticals and for incineration ashes having high metal content. അല്ലേ? അതുപോലെ തന്നെ ഈ ഒരു മെത്തേഡ് യൂസ്ഫുൾ ഫോർ ട്രീറ്റ് ചെയ്യാന്ന് വെച്ചാൽ അറിയാലോ, ഡിസ്പോസൽ ചെയ്യാനായിട്ട്. ഫാർമസ്യൂട്ടിക്കൽ ആയിട്ടുള്ളത് നമ്മൾ പറഞ്ഞില്ലേ, ഫാർമസ്യൂട്ടിക്കൽ ആയിട്ടുള്ള രാസപദാർത്ഥങ്ങളെയും
ഇതുപോലെ തന്നെ ഇനർസിനേഷൻ ആഷസ് ഹാവിംഗ് ഹൈ മെറ്റൽ കണ്ടന്റ്. ഈ ഉയർന്ന ലോഹങ്ങളെയും അതുപോലെ തന്നെ ഉയർന്ന ലോഹങ്ങളെയൊക്കെ ദഹിപ്പിക്കലിനും അതുപോലെ തന്നെ നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റ്, അതൊക്കെ വിഷാംശമുള്ള വേസ്റ്റ് ആണല്ലോ. ഇപ്പോ വാക്സിനുകളും മറ്റ് മെർക്കുറി അങ്ങനെയുള്ള കുറച്ച് വിഷരാസ വസ്തുക്കളൊക്കെ ഉണ്ടാകും. അതിനെല്ലാം നമ്മൾ ഡിസ്പോസൽ ചെയ്യാനായിട്ട് ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാം. ഓക്കെ, ഇനർട്ടിസേഷൻ, അതായത് വിഷാംശം കുറക്കാൻ വേണ്ടിയിട്ട് സിമെന്റോ അല്ലെങ്കിൽ ഇനർട്ട് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുള്ള ഡിസ്പോസൽ. വായിച്ചു നോക്കാം കേട്ടോ. ഇനർട്ടിസേഷൻ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്ക് കേട്ടോ. ഇനർട്ട് മെറ്റീരിയൽ വരെ അണ്ടർലൈൻ ചെയ്യാം. ഇൻ ഇനർട്ടിസേഷൻ to bring down the toxicity of waste and minimize likely risk, it is mixed with cement or another inert material. അവിടെ വരുന്ന അണ്ടർലൈൻ ചെയ്തേക്കൂ. ഇനർട്ടിസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് വിഷാംശമുള്ള വസ്തുക്കളൊക്കെ ഉണ്ടാവുമല്ലോ. എക്സാമ്പിൾ ആണ് പറഞ്ഞത് ഫാർമസ്യൂട്ടിക്കൽ ആയിട്ടുള്ളത്. അതായത് ഫാർമസിയിൽ നിന്നുള്ള രാസമാലിന്യങ്ങൾ അങ്ങനെയുള്ള വസ്തുക്കളെയൊക്കെ നമ്മൾ ഡിസ്പോസൽ ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ ആ ഒരു കാഠിന്യം കുറക്കാനായിട്ട്, വിഷാംശത്തിന്റെ കാഠിന്യം കുറയ്ക്കാനായിട്ട് നമ്മൾ അതിൽ സിമന്റ് അല്ലെങ്കിൽ കുമ്മായം അങ്ങനെയുള്ള ഐറ്റംസുകൾ, അങ്ങനെയുള്ള പദാർത്ഥങ്ങൾ നമ്മൾ മിക്സ് ചെയ്യുന്നുണ്ട്. അതിന്റെ ആ ഒരു വിഷാംശം കുറയ്ക്കുന്നതിന് വേണ്ടി ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇനർട്ടിസേഷൻ എന്ന് വിളിക്കുന്നത്. നമ്മൾ സിമന്റ് ഒക്കെ മിക്സ് ചെയ്യൂലേ, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്? ആ ടോക്സിറ്റി, അതായത് വിഷാംശം കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ക്ലിയർ ആയോ? ആ ഒരു കാര്യം മാത്രം അവിടെ പറയുന്നുള്ളൂ കേട്ടോ. അതായത് വിഷാംശം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ളൊരു ഇനർട്ട് മെറ്റീരിയൽ. ഇനർട്ട് എന്ന് വെച്ചാൽ നിഷ്ക്രിയത്വമുള്ള മെറ്റീരിയൽ. അതായത് നമ്മൾ സിമെന്റ് പോലത്തുള്ള മറ്റു ഏതെങ്കിലും, ഫോർ എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞിരുന്നത് കുമ്മായം എന്ന് പറഞ്ഞത്. അങ്ങനെയുള്ളത് നമ്മൾ ചേർക്കുമ്പോൾ അതിന്റെ ആ ഒരു വിഷാംശം കുറച്ച് കുറയും. ഓക്കെ, ഇപ്പൊ നമ്മള് ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ ആണ് നോക്കിയത്. അപ്പൊ മെയിൻ ആയിട്ട് 7 ടൈപ്പ് ഓഫ് ഡിസ്പോസൽ മെത്തേഡ് ആണ് നമ്മൾ നോക്കിയത്. ഇൻസിനറേഷൻ ടെക്നോളജി, ഓട്ടോക്ലേവിംഗ്, മൈക്രോവേവ് ഇറിഡേഷൻ, then chemical methods, plasma pyrolysis, land disposal, inertization. Okay, 6th ഒന്നുകൂടി പറയാം, നോക്കാം. ഫസ്റ്റ് വൺ, ഇൻസിനറേഷൻ ടെക്നോളജി. ഇൻസിനറേഷൻ എന്ന് പറഞ്ഞാൽ ദഹിപ്പിക്കുക അല്ലെങ്കിൽ കത്തിച്ച് കളയുന്ന ഒരു പ്രോസസ് ആണ്. ഹൈ ടെമ്പറേച്ചർ തെർമൽ പ്രോസസ് that employs burning the waste under controlled condition, changing into inert material. അല്ലേ? അതായത് നമ്മള് മെറ്റീരിയൽ നമ്മൾ കത്തിച്ച്, അതായത് നമ്മൾ ഉയർന്ന നമ്മുടെ വസ്തുക്കളെ കത്തിച്ചിട്ട് അതിനെ നമ്മൾ ഇനർട്ടിലോട്ട് എത്തിക്കുന്നുണ്ട്. അതായത് നമ്മൾ എല്ലാ വസ്തുക്കളും കത്തിക്കഴിഞ്ഞിട്ട് ചാരമായിട്ട് മാറുന്ന ഒരു പ്രോസസ്സ്. ദെൻ അതിന് നമുക്ക് കത്തിക്കാനായിട്ട് ഓയിലോ അങ്ങനെയുള്ള അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയിൽ വഴി ഇലക്ട്രോണിക് ആയിട്ടുള്ള രീതിയിലും നമുക്ക് ഇനർട്ടിസേഷൻ ചെയ്യാവുന്നതാണ്. ഇപ്പൊ നമ്മൾ മരിച്ചൊക്കെ കഴിയുമ്പോൾ ദഹിപ്പിക്കുന്നതൊക്കെ എങ്ങനെയാണ്? ഇപ്പോ ഇലക്ട്രിക് പരമായിട്ടുള്ള ദഹിപ്പിക്കലൊക്കെ ഇല്ലേ, അത് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ചാരം മാത്രമായി മാറും ഇല്ലേ?
ദഹിപ്പിക്കുന്ന ആ ഒരു പ്രോസസ്സ് ആണ് പറയുന്നത്. ഒന്നല്ലെങ്കിൽ നമുക്ക് ഓയിലും മറ്റും ഉപയോഗിച്ചിട്ട് കത്തിച്ചുകൊണ്ട് ദഹിപ്പിക്കാം, അല്ലെങ്കിൽ ഇലക്ട്രോണിക്കിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് ഇങ്ങനെയുള്ളൊരു ഇപ്പൊ വലിയ വലിയ പ്ലാന്റിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വേസ്റ്റ് ഡിസ്പോസൽ ചെയ്യുന്ന പ്ലാന്റുകൾ കണ്ടിട്ടുണ്ടാവും. വലിയ വലിയ ഓഡിറ്റോറിയങ്ങളിലൊക്കെ ഉണ്ടാകും, അല്ലെങ്കിൽ നമ്മുടെ മാളുകളിലൊക്കെ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? മാളുകളിലൊക്കെ പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം, ചിലപ്പോൾ ബാക്ക് സൈഡിലൊക്കെ ഇരിക്കും. എങ്കിലും ഇങ്ങനെ വേസ്റ്റ് ഡിസ്പോസൽ ചെയ്യുന്ന ഇലക്ട്രിസിയേഷൻ ഇലക്ട്രോണിക് പരമായിട്ട് ചെയ്യുന്ന ടെക്നോളജി ഒരു മെഷീനൊക്കെ ഉണ്ടാകും. വലിയൊരു മെഷീനാണ്. ഇതുപോലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ എല്ലാത്തിനും നമ്മളത് കത്തി ദഹിപ്പിച്ച് കഴിഞ്ഞ് ലാസ്റ്റ് ആ ഒരു ചാരമായി മാറുന്നത്. ഓക്കെ, ഇതാണ് ഇൻസിനറേഷൻ ടെക്നോളജി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇൻസിനറേഷൻ കത്തിക്കുക അല്ലെങ്കിൽ ദഹിപ്പിച്ച് കളയുന്ന ഒരു പ്രോസസ്സ്. സെക്കൻഡ് വൺ ഓട്ടോക്ലേവിംഗ് ആണ്. ഓട്ടോക്ലേവ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു, നമ്മള് ഹോസ്പിറ്റലിലൊക്കെ ഉപയോഗിക്കുന്ന മറ്റ് വസ്തുക്കൾ, ഇപ്പോൾ ഷാർപ്പ് വേസ്റ്റുകൾ ഉണ്ടാകാം, അല്ലെ, സിറഞ്ച്, സൂചി, നീഡിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകാം. അല്ലെങ്കിൽ ഡേർട്ടി ആയിട്ടുള്ളത് ഖര വേസ്റ്റുകൾ, സോളിഡ് ആയിട്ടുള്ള വേസ്റ്റുകൾ, ബയോടെക്നോളജി വേസ്റ്റുകൾ എന്നിവയെല്ലാം, ഈ വേസ്റ്റുകൾ നമ്മൾ ആദ്യം ഓട്ടോക്ലേവ് ചെയ്യും, അല്ലെ. ഓട്ടോക്ലേവ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ നീക്കം ചെയ്യും. ഉയർന്ന ഒരു നീരാവി ഉപയോഗിച്ചിട്ട് ഇൻഫെക്ഷനെയൊക്കെ നശിപ്പിച്ച് കളഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ നശിപ്പിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് കുഴിച്ചു മൂടാം. അല്ലെങ്കിൽ നമുക്ക് ഇൻഫെക്ഷനോട് കുഴിച്ചു മൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻഫെക്ഷൻ ഒക്കെ സ്പ്രെഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള വസ്തുക്കളെ ഓട്ടോക്ലേവ് ചെയ്ത്, അതായത് സ്റ്റെറൈൽ നമ്മൾ ചെയ്യുമല്ലോ, ആ ഒരു പ്രോസസ്സ് തന്നെ. അങ്ങനെ ഓട്ടോക്ലേവ് ചെയ്തിട്ട് ഇൻഫെക്ഷൻ ഇല്ലാതാക്കിക്കൊണ്ട് നമുക്ക് അതിനെ ലാൻഡ് ഫില്ല് ചെയ്യാം. ഓക്കെ, ഓട്ടോക്ലേവിംഗ് ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, ദെൻ മൂന്നാമത്തെ നമ്മൾ പറഞ്ഞത് മൈക്രോവേവ് ഇറഡിയേഷൻ. എന്താ മൈക്രോവേവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഉയർന്ന ഒരു ഫ്രീക്വൻസി തരംഗമാണ്, അല്ലെ. വളരെ ഒരു ഫ്രീക്വൻസി തരംഗം സൃഷ്ടിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പാഴ്വസ്തുക്കൾ, നമ്മൾ മറ്റു എന്താണ് പാഴ്വസ്തുക്കൾ, വേസ്റ്റുകൾ, ആ വേസ്റ്റുകളിലെ കണികകളെ ചൂടാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്ന പ്രോസസ്സ്. മൈക്രോവേവ് എന്ന് വെച്ചാൽ ഒരു വെസല് പോലത്തെ ഒരു സംഭവമാണ്. അപ്പൊ അതിൽ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ പാഴ്വസ്തുക്കൾ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ കണികകൾ സെപ്പറേറ്റ് ചെയ്തിട്ട് രോഗകാരികളായിട്ടുള്ള പാത്തോജൻസ് എന്ന് പറഞ്ഞാൽ രോഗകാരികൾ, അണുക്കളൊക്കെ ഉണ്ടാവുമല്ലോ, ഇതിനെയെല്ലാം നശിപ്പിച്ച് കളയും. ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ നമ്മളുടെ അതിനകത്തുള്ള വസ്തുക്കൾ, ഈ പാഴ്വസ്തുക്കൾ ഇടുമ്പോൾ അതിലുള്ള രോഗകാരികളെയും മറ്റും നശിപ്പിച്ച് വേർതിരിക്കുന്ന ഒരു പ്രോസസ്സാണ് മൈക്രോവേവ് ഇറഡിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ നമുക്ക് നോക്കുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും കേട്ടോ. എന്തിനൊക്കെയാണ് മൈക്രോവേവ് ഇറഡിയേഷൻ ഉപയോഗിക്കുന്നത് ടേബിളിൽ നെക്സ്റ്റ് വരുന്നുണ്ട്. അപ്പൊ കുറച്ചുകൂടി ഐഡിയ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ടേബിൾ എടുക്കുന്നതിന് മുൻപായിട്ട് ഈ ഒരു സെക്ഷൻ എടുത്തത്. ഓക്കെ, അപ്പോഴേ നമുക്ക് കുറച്ചും കൂടി ആ ടേബിൾ നോക്കുമ്പോൾ എന്തൊക്കെയാണ്, ഏത് ഡിസ്പോസൽ മെത്തേഡ് ആണ് ഉപയോഗിക്കുന്നത് എന്നുള്ള ഒരു ഐഡിയ കിട്ടുള്ളൂ. ഇതുകൊണ്ടാണ് സ്റ്റാർട്ടിങ്ങിൽ ഇത് എടുത്തത്. ഓക്കെ, ദെൻ കെമിക്കൽ മെത്തേഡ്സിൽ നമ്മൾ പറഞ്ഞു 1% ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ കെമിക്കൽ ഡിസ്ഇൻഫെക്ഷനും ഉപയോഗിക്കാം. ദെൻ പ്ലാസ്മ പൈറോലിസിസ് നമ്മൾ പറഞ്ഞു, മോഡേൺ ടെക്നോളജി ആണ്, ഇക്കോ ഫ്രണ്ട്ലി ആണ്. എയറിന്റെ അഭാവത്തിലാണ് നമ്മൾ പ്ലാസ്മ എനർജി ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ജൈവ മാലിന്യങ്ങളെ വിഘടിപ്പിക്കുന്ന ഒരു പ്രോസസ്സ്. ലാൻഡ് ഡിസ്പോസൽ, 2 ടൈപ്പ് ഓഫ് ഡിസ്പോസൽ പറഞ്ഞു. ഓപ്പൺ ഡംപിംഗ് ഉണ്ട്, സാനിറ്ററി ഫില്ല് ഉണ്ട്. ഓപ്പൺ ഡംപിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ ഓപ്പൺ ആയിട്ട് വലിച്ചെറിയുന്ന ഒരു പ്രോസസ് ആണ്. ദെൻ സാനിറ്ററി ഫില്ല് എന്ന് പറയുന്നത് ലെയർ ആയിട്ട് നമ്മൾ കുഴിച്ചു പോകുന്നത്. ലാസ്റ്റ് വൺ ഇനർസിയേഷൻ പറഞ്ഞത് നമ്മള് വിഷാംശമുള്ള മാലിന്യങ്ങളുടെ വിഷാംശം കുറയ്ക്കാൻ വേണ്ടിയിട്ട് സിമെന്റോ അല്ലെങ്കിൽ ഇനർട്ട് മെറ്റീരിയലോ മിക്സ് ചെയ്യുന്ന ഒരു പ്രോസസ്സ്. ഓക്കെ, ക്ലിയർ ആണോ? ഏകദേശം ഒരു ഐഡിയ ഒക്കെ കിട്ടിയോ? ബാക്കി നമുക്ക് ഇനി ടേബിൾ നോക്കുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. ടേബിളിൽ നമ്മൾ പ്രത്യേകം പറയുന്നുണ്ട് ഓരോന്നും ഡിസ്പോസൽ ചെയ്യുന്ന ഏത് മെത്തേഡാണ് നമുക്ക് ഉപയോഗിക്കാവുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ടേബിളിലേക്ക് പോകാം. ടേബിൾ നോക്കാം കേട്ടോ. ഓക്കെ, നമ്മൾ പഠിച്ചു WHO 8 കാറ്റഗറി ആയിട്ടാണ് നമ്മൾ ബയോമെഡിക്കൽ വേസ്റ്റിനെ തിരിച്ചിരിക്കുന്നത്. WHO 8 കാറ്റഗറി ആണ്. ഇവിടെ നമുക്ക് 10 കാറ്റഗറി പറയുന്നുണ്ട്. ഓക്കെ, ഇവിടെ 10 കാറ്റഗറി പഠിക്കുമ്പോൾ 10 കാറ്റഗറി പഠിക്കണം. WHO 8 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ടേബിളിൽ നമുക്ക് 10 കാറ്റഗറി പഠിക്കാനുണ്ട്. സോ 10 കാറ്റഗറി പഠിച്ചിരിക്കണം. വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ് ഈ ടേബിൾ എന്ന് പറയുന്നത്. ടേബിളിന്റെ ഉള്ളിൽ നിന്നും പല രീതിയിലും ക്വസ്റ്റ്യൻസ് തിരിച്ചു മറിച്ചൊക്കെ വരാറുണ്ട് എക്സാമിന്. സോ ടേബിൾ നമ്മൾ ഇന്ന് പഠിക്കുകയാണെങ്കിൽ അത് ഇന്ന് തന്നെ നമ്മൾ കംപ്ലീറ്റ് നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, മാക്സിമം
ക്ലാസ്സിൽ ഇരുന്ന് തന്നെ നമുക്ക് ഇന്ന് പഠിക്കണം ടേബിള്. ഓക്കെ ആണോ എല്ലാവരും? പഠിക്കാൻ തയ്യാറാണോ? ടേബിള് സിമ്പിൾ ആണ്. നമ്മൾ ഓൾറെഡി മെത്തേഡ്സ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ടേബിൾ കുറച്ചുകൂടി എളുപ്പമാവും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം മെത്തേഡ്സ് എടുത്ത് തന്നത്. ഓക്കെ, ടേബിൾ നമുക്ക് മാക്സിമം പഠിച്ചു പോകണം കേട്ടോ. കാരണം നിങ്ങളത് നാളത്തേക്ക് അല്ലെങ്കിൽ അടുത്ത ദിവസത്തേക്ക് മാറ്റി വെച്ചാൽ പഠിക്കില്ല അല്ലേ? അങ്ങനെയല്ലേ നമ്മള്? ഇമ്പോർട്ടന്റ് ആണ്. നോക്കാം. ടേബിളിൽ പറഞ്ഞിരിക്കുന്നത് വേസ്റ്റ് കാറ്റഗറി. കാറ്റഗറി നമ്പർ എത്രയാണ്? ദെൻ ഓരോ കാറ്റഗറിയിലും വരുന്ന വേസ്റ്റുകൾ ഏതൊക്കെയാണ്? ടൈപ്പ് ഓഫ് വേസ്റ്റ്. അല്ലേ? ഓരോ കാറ്റഗറിയിൽ വരുന്ന വേസ്റ്റുകൾ. ദെൻ കളർ ആൻഡ് ടൈപ്പ് ഓഫ് കണ്ടെയ്നർ. നമ്മൾ പറഞ്ഞില്ലേ ഓരോ വേസ്റ്റും സെപ്പറേറ്റഡ് ആയിട്ടുള്ള കളർ കോഡുള്ള കണ്ടെയ്നേഴ്സിലാണ് നിക്ഷേപിക്കേണ്ടത്. അപ്പോ ഏത് വേസ്റ്റ് ഏത് കളർ കോഡുള്ള കണ്ടെയ്നറിൽ നിക്ഷേപിക്കണം? ദെൻ ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ. ഏത് രീതിയിലാണ് അതിനെ നമ്മൾ ഡിസ്പോസൽ ചെയ്യുന്നത്? ഡിസ്പോസൽ ചെയ്യേണ്ട മെത്തേഡ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ദെൻ നോക്കാം. ഫസ്റ്റ് വൺ കാറ്റഗറി 1. കാറ്റഗറി 1 എന്ന് പറയുന്നത് എന്താണ്? ഹ്യൂമൻ അനാറ്റോമിക്കൽ വേസ്റ്റ്. നമുക്ക് ആദ്യം ഓരോ കാറ്റഗറിയുടെ പേര് മാത്രം ഒന്ന് പഠിച്ചു പോകാം. ഓക്കെ, അങ്ങനെ നോക്കാം നമുക്ക്. ദെൻ ഓരോന്നിന്റെയും ഓരോ ഭാഗങ്ങളായിട്ട് പറയാം. ഫസ്റ്റ് നമുക്ക് ആ കാറ്റഗറി 10 കാറ്റഗറി ഏതൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ദെൻ ഓരോ കാറ്റഗറിയുടെ മെയിൻ എന്താണോ കാറ്റഗറിയിൽ പെടുന്നത് എന്നാണ് അതിന്റെ ബ്രാക്കറ്റിൽ താഴെ കൊടുത്തിരിക്കുന്നത്. മെയിൻ ആയിട്ടുള്ള പേരുകൾ ആ ഡാർക്കൻ ചെയ്തിരിക്കുന്നതാണ് കാറ്റഗറിയിൽ വരുന്നത്. ഓക്കെ, ദെൻ അതിന് കീഴിൽ വരുന്നതൊക്കെയാണ് താഴെ കൊടുത്തിരിക്കുന്നത്. എക്സാമ്പിൾസ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. ക്ലിയർ ആയോ? അതായത് ഡാർക്കൻ ചെയ്ത് എഴുതിയിട്ടില്ലേ, അതാണ് കാറ്റഗറിയിൽ വരുന്നത്. മെയിൻ കാറ്റഗറിയിൽ വരുന്ന എന്തൊക്കെയാണെന്നുള്ളത്. ദെൻ വരുന്നതാണ് എക്സാമ്പിൾസ് ആണ് താഴെ തന്നിരിക്കുന്നത് ബ്രാക്കറ്റ്സിൽ. ഓക്കെ, നമുക്ക് പേരുകൾ ആദ്യം നോക്കാം കേട്ടോ. കാറ്റഗറി 1 എന്ന് പറയുന്നത് ഹ്യൂമൻ അനാറ്റോമിക്കൽ വേസ്റ്റ്. മനുഷ്യ ശരീരത്തിന്റെ മാലിന്യങ്ങൾ, മനുഷ്യ ശരീരത്തിൽ നിന്നുള്ള മാലിന്യങ്ങൾ, ഹ്യൂമൻ ബോഡി അല്ലെ? ഹ്യൂമൻ അനാറ്റോമിക്കൽ വേസ്റ്റ്, കാറ്റഗറി 1. Then category 2 animal waste. Category 3 microbiology and biotechnology waste. Then category 4 waste sharp waste. Category 5 discarded medicine and cytotoxic drugs. Then category 4 soiled waste. Soiled ഫ്ലൂയിഡ്സും അങ്ങനെയുള്ള സോളിഡ് ആയിട്ടുള്ള വേസ്റ്റുകൾ. കാറ്റഗറി 7 സോളിഡ് വേസ്റ്റ്. മാറിപ്പോകരുത് കേട്ടോ. 6 എന്ന് പറഞ്ഞാൽ സോളിഡ് ആണ്, 7 ആണ് സോളിഡ്. രണ്ടും തമ്മിൽ വ്യത്യാസം വരും, കൺഫ്യൂഷൻ ആയി പോകും നിങ്ങൾക്ക്. സോളിഡ് സോയിൽഡ്. ദെൻ കാറ്റഗറി 8 ലിക്വിഡ്. ആ ഒരു ഓർഡറിൽ തന്നെയാണ് അല്ലെ? സോളിഡ് സോളിഡ് ലിക്വിഡ്. ദെൻ കാറ്റഗറി 9 ഇൻസിനറേഷൻ ആഷ്. കാറ്റഗറി 10 കെമിക്കൽ വേസ്റ്റ്. പേരുകളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. 10 കാറ്റഗറിയിലുള്ള പേരുകളാണ്. ഒന്ന് വായിച്ചു നോക്കിയേ. പേരുകൾ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഓരോ കാറ്റഗറിയുടെ പേര് മാത്രം വായിക്കാം, ദെൻ നമുക്ക് വിശദീകരിച്ച് പറയാം. 5 പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. നമുക്ക് ഇന്ന് തന്നെ മാക്സിമം പേരുകളെങ്കിലും പഠിച്ചു പോകണം കേട്ടോ. ഞാൻ ലാസ്റ്റ് ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ പറയിപ്പിക്കാം. ഓക്കെ, ആർക്കൊക്കെ പറയാൻ പറ്റുമെന്ന് നോക്കാം നമുക്ക്. 10 കാറ്റഗറി കറക്റ്റ് ആയിട്ട് തെറ്റാതെ പറയണം. ഓക്കെ ആണോ? ഓക്കെ ആണോ? റെസ്പോൺസ് ഒന്നും ഇല്ലല്ലോ. വായിച്ചോളൂ കേട്ടോ, വായിക്കാം. ജസ്റ്റ് പേരുകൾ മാത്രം. പേരുകൾ ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം വായിക്കാൻ പറയുന്നത്. ഓരോ കാറ്റഗറിയും കാറ്റഗറിയുടെ പേര്.
ഓക്കെ, വായിച്ചു എല്ലാവരും. കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ, ലാസ്റ്റ് ഞാൻ ചോദിക്കോട്ടോ, അപ്പൊ പറയാൻ പറ്റണ എല്ലാവർക്കും. നോക്കാം, നമ്മൾ കഴിഞ്ഞ ബാച്ചുകളിലൊക്കെ, ഞാൻ എടുക്കുന്ന ബാച്ചുകളിലൊക്കെ നമ്മൾ ഈ ഒരു ടേബിൾ വന്നപ്പോ പച്ചവെള്ളം പോലെ എല്ലാവരും പറഞ്ഞു കേൾപ്പിച്ചൊരു ടേബിളാണ്. കാരണം അത്രയും ക്വസ്റ്റ്യൻസ് അതിന്റെ ഉള്ളിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാം എക്സാമിന്. അതുകൊണ്ടാണ് കുറച്ചുകൂടി ഞാൻ എന്താ പറയാ സ്ട്രെസ് ചെയ്ത് പറയണതൊക്കെ പഠിക്കണം പഠിക്കണം എന്ന്. ഓക്കെ, മാക്സിമം നമുക്ക് പഠിച്ചു പോകാം. നമുക്ക് ക്ലാസ് വെച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും മറക്കില്ല. പഠിച്ചു. ഓക്കെ, നോക്കാം. നമുക്കിനി നമ്മുടെ ടേബിൾ ഒന്ന് നോക്കാം. കാറ്റഗറി 1. കാറ്റഗറി 1 എന്തായിരുന്നു? ഹ്യൂമൻ അനാറ്റോമിക്കൽ വേസ്റ്റ് അല്ലെ? ഹ്യൂമൻ അനാറ്റോമിക്കൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മനുഷ്യ ശരീരത്തിൽ നിന്നുള്ള വേസ്റ്റുകൾ. ബ്രാക്കറ്റ്സിൽ നോക്കാം എന്തൊക്കെയാണ്? ഹ്യൂമൻ ടിഷ്യൂസ്, ഓർഗൻസ്, ബോഡി പാർട്സ്, ഇതൊക്കെയാണ് ഹ്യൂമൻ അനാറ്റോമിക്കൽ വേസ്റ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള വേസ്റ്റുകൾ നമ്മൾ നിക്ഷേപിക്കുന്ന കളർ കോഡ് നോക്കൂ. ഏതായിരുന്നു കളർ കോഡ്? യെല്ലോ പ്ലാസ്റ്റിക് ബാഗ്. അപ്പൊ പഠിക്കുമ്പോൾ പ്രത്യേകം രണ്ട് കാര്യങ്ങൾ മെയിൻ ആയിട്ട് പഠിക്കുക. കാറ്റഗറി ഏതാണോ, കാറ്റഗറി നമ്പർ 1 ഏതാണ്? ഹ്യൂമൻ അനാറ്റോമിക്കൽ വേസ്റ്റ്. ദെൻ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കറിയാലോ, അതത്ര നിങ്ങൾ ബൈഹാർട്ട് ചെയ്യേണ്ട കാര്യമില്ല. നമുക്കറിയാം എന്തൊക്കെയാണ് അനാറ്റോമിക്കൽ വേസ്റ്റ് എന്ന് പറയുമ്പോൾ. ദെൻ പ്രത്യേകം ഏത് കളർ കോഡാണെന്ന് പ്രത്യേകം പഠിക്കുക. കാറ്റഗറി നമ്പർ നോക്കുക, കാറ്റഗറിയുടെ ഏത് പേര് നോക്കുക, കാറ്റഗറി ടൈപ്പ്, വേസ്റ്റ് ടൈപ്പ് ഏതാണെന്ന് നോക്കുക, ദെൻ കളർ കോഡ് നോക്കുക. ഇത് മൂന്നും കുറച്ച് പ്രാധാന്യം കൊടുത്ത് തന്നെ പഠിക്കാം. ഓക്കെ, നോക്കാം. ഹ്യൂമൻ അനാറ്റോമിക്കൽ വേസ്റ്റ് എന്ന് പറയുമ്പോൾ ഹ്യൂമൻ ടിഷ്യൂസ്, ഓർഗൻസ്, ബോഡി പാർട്സ് ഒക്കെയാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ദെൻ നമ്മളത് ഡിസ്പോസൽ ചെയ്യേണ്ട കണ്ടെയ്നറിന്റെ കളർ എന്ന് പറയുന്നത് യെല്ലോ പ്ലാസ്റ്റിക് ബാഗിലായിരിക്കും. ഓക്കെ, ദെൻ ഇനി അത് എങ്ങനെയാണ് അതിന്റെ ഡിസ്പോസൽ മെത്തേഡ്? ഇൻസിനറേഷൻ, ഡീപ് ഫ്യൂരിയൽ. എന്താണ് ഇൻസിനറേഷൻ? ഫസ്റ്റ് നമ്മൾ പഠിച്ച മെത്തേഡ് ഓർമ്മയുണ്ടോ? ദഹിപ്പിക്കല്, കത്തിച്ചു കളയുക. ഇങ്ങനെയുള്ള സാധനങ്ങൾ എന്ത് ചെയ്യും? ദഹിപ്പിക്കുക, അല്ലെങ്കിൽ ഹൈ ടെമ്പറേച്ചറിൽ ചിലപ്പോൾ ഇലക്ട്രോണിക് അങ്ങനെയുള്ള എക്യുപ്മെന്റ്സ് വഴിയായിരിക്കും ദഹിപ്പിക്കുന്നത്. ഓക്കെ, കാറ്റഗറി 1 പഠിച്ചു എല്ലാവരും? ഒരു പ്രാവശ്യം ഒരു വായിക്കാം. വായിക്കുന്നത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാറ്റഗറി 1 എന്ന് പറയുന്നത് ഹ്യൂമൻ അനാറ്റോമിക്കൽ വേസ്റ്റ് ആണ്. യെല്ലോ ബാഗിൽ നിക്ഷേപിക്കുന്നു. ഇൻസിനറേഷൻ ആണ് അതിന്റെ മെത്തേഡ്. പഠിച്ചോ? എന്റെ ഒപ്പം തന്നെ വായിക്കുമ്പോ പഠിച്ചു പോണോട്ടോ. കാറ്റഗറി 1 പഠിച്ചില്ലേ എല്ലാവരും? പഠിച്ചില്ലേ? ഇനി കാറ്റഗറി 2 നോക്കാം. കാറ്റഗറി 2 എന്ന് പറയുന്നത് അനിമൽ വേസ്റ്റ് ആണ് അല്ലെ? അനിമൽ വേസ്റ്റ്, മൃഗങ്ങളിൽ നിന്നുള്ള വേസ്റ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അനിമൽ ടിഷ്യൂസ്, ഓർഗൻസ്, ബോഡി പാർട്സ്, then carcasses, bleeding parts, fluid, blood, and experimental animal used in research, waste produced by veterinary hospital and colleges, hospital from discharges. എന്തൊക്കെയാണ്? അനിമൽ ടിഷ്യൂസ്, അതുപോലെ തന്നെ അനിമൽസിന്റെ ബോഡി പാർട്സും ഓർഗൻസും, പിന്നെ മൃതശരീരങ്ങൾ അല്ലെ? ജീർണിച്ചിട്ടുള്ള മൃതശരീരങ്ങള്, അതുപോലെ തന്നെ റിസർച്ചിനൊക്കെ വേണ്ടിയിട്ട് അനിമൽസിനൊക്കെ നമ്മൾ എക്സ്പെരിമെന്റിനൊക്കെ കൊണ്ടുപോകുന്ന ആ ഒരു വേസ്റ്റുകള്, ദെൻ വെറ്റിനറി ഹോസ്പിറ്റൽസിൽ നിന്നും കോളേജസിൽ നിന്നും പുറപ്പെടുവിക്കുന്ന വേസ്റ്റുകള്, ദെൻ ഡിസ്ചാർജിൽ നിന്നുള്ള വേസ്റ്റുകൾ. ഇതൊക്കെയാണ് നമ്മൾ അനിമൽ വേസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ. ദെൻ അതും നിക്ഷേപിക്കുന്നത് യെല്ലോ പ്ലാസ്റ്റിക് ബാഗിൽ തന്നെയാണ്. ഹ്യൂമൻ അനാറ്റോമിക്കലും അനിമൽ വേസ്റ്റും യെല്ലോയിൽ തന്നെയാണ്. മെത്തേഡും സെയിം തന്നെയാണ്, ഇൻസിനറേഷൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പഠിക്കാൻ എളുപ്പമായില്ലേ? രണ്ടും ഒരേ കണ്ടെയ്നർ ആണ്. ഡിസ്പോസൽ മെത്തേഡ് ഇൻസിനറേഷൻ ആണ്, ഹ്യൂമൻ അനാറ്റോമിക്കലും അനിമൽ വേസ്റ്റും. ഓക്കെ, പെട്ടെന്ന് വായിച്ചു നോക്കി. രണ്ട് കാറ്റഗറി വായിക്കുക, വായിക്കുന്നതിനോടൊപ്പം പഠിക്കുകയും ചെയ്യണം. ഓക്കെ, 1ഉം 2ഉം വായിച്ചു നോക്കാം. വായിക്കുന്നതിനോടൊപ്പം പഠിച്ചിരിക്കണം.
Okay, complete it all. Category number 1 and 2. Complete ചെയ്തോ? പഠിക്കണം എല്ലാവരോ? Okay, ഇത്രയും സമയം മതിയല്ലോ പഠിക്കാൻ. പഠിച്ചോ? 1 and 2 category. Okay, next one നോക്കുക. Category 3. മൂന്നാമത്തെ category ആണ് മൈക്രോബയോളജി ആൻഡ് ബയോടെക്നോളജി വേസ്റ്റ്. സൂക്ഷ്മജീവികളും അങ്ങനെയുള്ള വേസ്റ്റുകളൊക്കെയാണ് കേട്ടോ. നോക്കാം. Waste from laboratory cultures, stocks of specimens of live microorganisms, human and animal cell cultures used in research and infectious agents from research and industrial laboratories, biological production by produced waste, toxins and devices utilized to transfer cultures. ഇപ്പൊ മെയിൻ ആയിട്ട് മൈക്രോബയോളജിയിൽ പറയുന്നത് ലബോറട്ടറിയിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന കൾച്ചേഴ്സ്, സ്പെസിമെൻസ് ഒക്കെ നമ്മൾ എടുക്കുമല്ലോ, യൂറിൻ, ബ്ലഡ്, അങ്ങനെയുള്ള ഐറ്റംസുകള്. അതുപോലെ തന്നെ ലൈവ് ഓർഗാനിസംസ്, നമ്മള് സൂക്ഷ്മജീവികള് ഗവേഷണത്തിനും അല്ലെങ്കിൽ ലബോറട്ടറിയിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സൂക്ഷ്മജീവികള്, ബാക്ടീരിയ അങ്ങനെയുള്ള സൂക്ഷ്മജീവികള്. ദെൻ എന്താണ് മാലിന്യങ്ങൾ, ടോക്സിൻസ് ആൻഡ് ഡിവൈസസ് യൂട്ടിലൈസ്ഡ് ട്രാൻസ്ഫർ കൾച്ചർ, അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് ഏജൻസുകൾ, പകർച്ച മാലിന്യങ്ങൾ, അതായത് പകർച്ചവ്യാധികളൊക്കെ വരുത്തുന്ന മാലിന്യങ്ങൾ, അത് വൈറസ് പോലുള്ള ബാക്ടീരിയ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് നമ്മൾ മൈക്രോബയോളജിയിലും ബയോടെക്നോളജി വേസ്റ്റിലും ഇൻക്ലൂഡ് ചെയ്യുന്നത്. ദെൻ നമ്മളത് നിക്ഷേപിക്കുന്ന കളർ കോഡ് ഉള്ള ബാഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കളർ കോഡ് ഏതാണ്? യെല്ലോ പ്ലാസ്റ്റിക് ബാഗ് ഓർ റെഡ് പ്ലാസ്റ്റിക് ബാഗ്. യെല്ലോയിലും നിക്ഷേപിക്കാം അല്ലെങ്കിൽ റെഡിലും നിക്ഷേപിക്കാം. ഓക്കെ, അപ്പോ ഒരു കാര്യം ശ്രദ്ധിക്കാം, എക്സാമിന് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ മൈക്രോബയോളജി ആൻഡ് ബയോടെക്നോളജി വേസ്റ്റ്, എക്സാമിന് അത് നിക്ഷേപിക്കുന്ന കളർ കോഡ് ഏത് കളർ കോഡാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഓപ്ഷനിൽ ചിലപ്പോൾ റെഡ് മാത്രമായിരിക്കും തന്നിരിക്കുന്നത്, യെല്ലോ ഇല്ല റെഡ് മാത്രമാണെങ്കിൽ ഏതായിരിക്കും നിങ്ങൾ ടിക്ക് ചെയ്യുക? ആൻസർ റെഡ് ആയിരിക്കും ടിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി യെല്ലോ റെഡും തന്നിട്ടുണ്ടെങ്കിൽ ബോത്ത് എ ആൻഡ് ബി തന്നിട്ടുണ്ടാവും. ആ ഒരു രീതിക്കായിരിക്കും ഓപ്ഷൻ വരുന്നത്. അപ്പൊ യെല്ലോ ആണെങ്കിൽ നിങ്ങളുടെ ഓപ്ഷനിൽ യെല്ലോ മാത്രമാണെങ്കിൽ റൈറ്റ് ആൻസർ യെല്ലോ ടിക്ക് ചെയ്യാം. ദെൻ റെഡ് മാത്രമാണെങ്കിൽ റെഡ് ടിക്ക് ചെയ്യാം. ഓക്കെ, ദെൻ അതിന്റെ ഡിസ്പോസൽ മെത്തേഡ്, നെക്സ്റ്റ് വൺ ഡിസ്പോസൽ മെത്തേഡ് നോക്കാം. ലോക്കൽ ഓട്ടോക്ലേവിംഗ്, മൈക്രോവേവിംഗ്, ഇൻസിനറേഷൻ. 3 രീതിയിൽ നമുക്ക് ഡിസ്പോസൽ ചെയ്യാം കേട്ടോ. അതല്ലെങ്കിൽ ലോക്കൽ ഓട്ടോക്ലേവിംഗ്, അതായത് സ്റ്റെറിലൈസ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ മൈക്രോവേവിംഗ് യൂസ് ചെയ്യാം, ഇൻസിനറേഷനും ഉപയോഗിക്കാം. 3 ഡിസ്പോസൽ മെത്തേഡ് നമുക്ക് മൈക്രോബയോളജി അല്ലെങ്കിൽ ബയോടെക്നോളജി വേസ്റ്റിന് ഉപയോഗിക്കാം. ഓക്കെ, ഓട്ടോക്ലേവ് ചെയ്യാം, മൈക്രോവേവിംഗ് ചെയ്യാം, ഇൻസിനറേഷൻ ചെയ്യാം. ഓക്കെ, ദെൻ കാറ്റഗറി 4 അടുത്തത് വേസ്റ്റ് ഷാർപ്പ്, അതായത് ഷാർപ്പ് വേസ്റ്റുകൾ. ഏതൊക്കെയാണ് ഷാർപ്പ് വേസ്റ്റുകൾ എന്ന് നോക്കി. നീഡിൽസ്, സിറിഞ്ചസ്, സ്കാൽപ്പൽസ്, ബ്ലേഡ്, ഗ്ലാസ് എക്സെട്ര. അതായത് സിറിഞ്ചുകള് അല്ലെങ്കിൽ നീഡിൽസും അങ്ങനെയുള്ള ഐറ്റംസ്. സ്കാൽപ്പൽസ് എന്ന് വെച്ചാൽ നമ്മൾ ഈ മുറിക്കിനൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു എക്യുപ്മെന്റ് ആണ്. ദെൻ ബ്ലേഡ്സ്, ദെൻ that might lead to puncture or wounds. This applies to both used and unused sharp. അതായത് മുറിവുകൾ അല്ലെങ്കിൽ കുത്തുകളൊക്കെ സംഭവിക്കാനൊക്കെ കാരണമാകുന്നത് ഈ വേസ്റ്റ് എടുക്കുമ്പോഴേ ഈ മുനയുള്ള സംഭവങ്ങളൊക്കെ നീഡിൽസും ബ്ലേഡൊക്കെ. അപ്പൊ മുറിവുകളും വോൺസ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുത്തുകളൊക്കെ മുറിവേൽക്കാനൊക്കെ ചാൻസ് ഉണ്ടത്. ദെൻ ഏത് കളർ കോഡിലാണ് നമ്മൾ നിക്ഷേപിക്കേണ്ടത്? ബ്ലൂ, വൈറ്റ്, ട്രാൻസ്ലൂസൻ, പഞ്ചർ പ്രൂഫ് കണ്ടെയ്നേഴ്സ്. അതായത് നമ്മൾ ലീക്ക് ആവാത്ത എന്താണ് മീൻസ് ലീക്ക് ആവാത്ത കണ്ടെയ്നേഴ്സ്, അല്ലെങ്കിൽ ഇത്തിരി കട്ടിയുള്ള കണ്ടെയ്നർ. ഷാർപ്പ് വേസ്റ്റുകൾ എന്ന് പറയുമ്പോൾ അറിയാലോ, പെട്ടെന്ന് മുറിഞ്ഞ് പുറത്തോട്ടൊക്കെ മുനയൊക്കെ തള്ളി വരാനൊക്കെ ചാൻസ് ഉണ്ട്. വീട്ടിലൊക്കെ പുറത്തേക്കൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് കട്ടിയായിട്ടുള്ള പ്രൂഫ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നേഴ്സിൽ ബ്ലൂ ആൻഡ് വൈറ്റ് കളർ, ബ്ലൂ ആൻഡ് വൈറ്റ് ആയിരിക്കും. ഓക്കെ, ഇതിലാണ് നമ്മൾ ഷാർപ്പ് വേസ്റ്റുകൾ നിക്ഷേപിക്കുന്നത്. ഇനി
ഡിസ്പോസൽ ചെയ്യേണ്ട മെത്തേഡ് ഏതൊക്കെയാണ്? നമുക്ക് ഡിസ്പോസൽ മെത്തേഡ് ഡിസിൻഫെക്റ്റിംഗ് ചെയ്യാം അല്ലെ, അണുനശീകരണം ചെയ്യാം. നമ്മൾ പറഞ്ഞില്ലേ 1% ഹൈപ്പോക്ലോറൈറ്റ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഡിസിൻഫെക്റ്റിംഗ് ചെയ്യാം. അതുപോലെ തന്നെ കെമിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്യാം, ഓട്ടോക്ലേവിംഗ് പ്രോസസ് എടുക്കാം, മൈക്രോവേവിംഗ് എടുക്കാം. ദെൻ ഷ്രെഡിങ് എന്ന് വെച്ചാൽ എന്താണ്? ഷ്രെഡിങ് എന്ന് വെച്ചാൽ കീറി മുറിക്കാണ്. അതായത് ഈ എക്യുപ്മെന്റ്സ് ഒക്കെ നമ്മള് നീഡിലും അതിനൊക്കെ നമുക്ക് കട്ട് ചെയ്തിട്ടൊക്കെ നമുക്ക് അതിനെ റിമൂവ് ചെയ്യാവുന്ന. അതായത് അങ്ങനെ പണിയിടാതെ നമ്മൾ കീറി മുറിച്ചിട്ട് ഡിസ്പോസൽ ചെയ്യാം. ഓക്കെ, ഇപ്പൊ വിവിധ തരത്തിലുള്ള ഡിസ്പോസൽ മെത്തേഡ് അവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഡിസിൻഫെക്റ്റിംഗ് ചെയ്യാം, ഓട്ടോക്ലേവിംഗ് ചെയ്യാം, മൈക്രോവേവ് ചെയ്യാം. ദെൻ മ്യൂട്ടിലേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? വികലമാക്കാം, നശിപ്പിച്ച് കളയാണ്, ഡിസ്ട്രോയ് ചെയ്തും കളയാം. ഓക്കെ, അപ്പൊ പലതരത്തിലുള്ള മെത്തേഡാണ് അവിടെ ഉപയോഗിക്കുന്നത്. കാറ്റഗറി 4 ഷാർപ്പ് വേസ്റ്റിൽ. ഓക്കെ, ഇത് വായിച്ചു നോക്കിയേ. കാറ്റഗറി 3യും കാറ്റഗറി 4ഉം വായിച്ചു നോക്കാം കേട്ടോ. അത്യാവശ്യം ഈ ഒരു ടേബിളിൽ നിന്ന് പഠിക്കാനുണ്ട്. അത്യാവശ്യം അതനുസരിച്ചിട്ട് നന്നായിട്ട് അതിനു വേണ്ടി കുറച്ച് സമയം കണ്ടെത്തി പഠിക്കണം കേട്ടോ ടേബിള്. കാരണം കളർ കോഡും ദെൻ കാറ്റഗറി നമ്പർ, കാറ്റഗറി വരുന്ന ടൈപ്പ് ഏതാണെന്നൊക്കെയാണ് കൂടുതൽ ചോദിക്കുന്നത്. ഡിസ്പോസൽ മെത്തേഡും ചിലപ്പോ ഒരു കാറ്റഗറിയിൽ തന്നെ പലതരത്തിലുള്ള ഡിസ്പോസൽ മെത്തേഡ് അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് പഠിക്കാം. കംപ്ലീറ്റ് ചെയ്തോ കാറ്റഗറി 3 and 4? നെക്സ്റ്റ് വൺ നോക്കാം കേട്ടോ. കാറ്റഗറി 5 ഡിസ്കാർഡഡ് മെഡിസിൻ ആൻഡ് സൈറ്റോട്ടിക്സ് ഡ്രഗ്സ്. അതായത് ഡിസ്കാർഡഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള മെഡിസിൻസുകൾ. വേസ്റ്റ് മേക്കപ്പ് ഓഫ് വേസ്റ്റഡ് കണ്ടാമിനേറ്റഡ് ആൻഡ് ഔട്ട് ഓഫ് ഡേറ്റ് മെഡിസിൻസ് അല്ലെ, നമ്മൾ ഡേറ്റ് കഴിഞ്ഞതും പാഴായതും അങ്ങനെയുള്ള എക്സ്പയറി ആയിട്ടുള്ള മെഡിസിൻസുകൾ. അതിന്റെ കളർ കോഡ് നോക്കാം. ബ്ലാക്ക് പ്ലാസ്റ്റിക് ബാഗ് ഓർ റെഡ് പ്ലാസ്റ്റിക് ബാഗ്. ഡിസ്കാർഡഡ് മെഡിസിൻ ഇടുന്നത് ഒന്നില്ലെങ്കിൽ ബ്ലാക്ക് പ്ലാസ്റ്റിക് ബാഗിൽ അല്ലെങ്കിൽ റെഡ് പ്ലാസ്റ്റിക് ബാഗിലായിരിക്കും. ദെൻ അതിന്റെ ഡിസ്പോസൽ മെത്തേഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇൻസിനറേഷൻ ചെയ്യാം, നമ്മൾ ദഹിപ്പിച്ചു കളയാം, കത്തിച്ചു കളയാം. ഡിസ്ട്രക്ഷൻ ആൻഡ് ഡ്രഗ്സ് ഡിസ്പോസൽ ഇൻ സെക്യൂർഡ് ലാൻഡ്ഫിൽ. സുരക്ഷിതമായിട്ടുള്ള ഒരു ലാൻഡ്ഫില്ല് ചെയ്യാവുന്നത്, അതായത് ലെയർ ആയിട്ടോ സുരക്ഷിതമായിട്ടുള്ള രീതിയിൽ കുഴിച്ചു മൂടുക. ഈ രണ്ട് രീതിയാണ് ഡിസ്പോസൽ മെത്തേഡ് ആണ് നമ്മൾ ഡിസ്കാർഡഡ് മെഡിസിൻ ചെയ്യുന്നത്. ഓക്കെ, ദെൻ അടുത്തത് കാറ്റഗറി 6 സോയിൽഡ് വേസ്റ്റ്. ഐറ്റം പൊല്യൂട്ടഡ് വിത്ത് ബോഡ്ലി ഫ്ലൂയിഡ്സ് അല്ലെ, അതായത് നമ്മൾ ഇൻക്ലൂഡ് കോട്ടൺ, ബാൻഡേജ്, സോയിൽ, പ്ലാസ്റ്റർ കാസ്റ്റ്, ലിനൻ, ബഡ്സ് ആൻഡ് ബ്ലഡ് കണ്ടാമിനേറ്റഡ് ഐറ്റംസ്. ബ്ലഡ് ഒക്കെ നിറഞ്ഞിട്ടുള്ള വസ്തുക്കൾ, അതായത് ഇപ്പൊ കോട്ടൺ ആകാം, തുണികള്, ബാൻഡേജ്, ബെഡ്, അങ്ങനെയുള്ള പ്ലാസ്റ്റർ, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് സോളിഡ് ആയിട്ടുള്ള ഐറ്റംസുകൾ. ഓക്കെ, ദെൻ അതിന്റെ കളർ കോഡ് എന്ന് പറയുന്നത് യെല്ലോ പ്ലാസ്റ്റിക് ബാഗിലോ അല്ലെങ്കിൽ റെഡ് പ്ലാസ്റ്റിക് ബാഗിലോ ആണ് നമ്മൾ നിക്ഷേപിക്കേണ്ടത്. അപ്പൊ കളർ കോഡും മിക്കതിനകത്തും രണ്ട് ടൈപ്പിൽ നിക്ഷേപിക്കാനും പറയുന്നുണ്ട്. അപ്പൊ അത് പ്രത്യേകം കൺഫ്യൂഷൻ ആക്കാത്ത രീതിയിൽ പഠിക്കാം. ഓക്കെ,
സോളിഡ് വേസ്റ്റ് നിക്ഷേപിക്കേണ്ടത് യെല്ലോ പ്ലാസ്റ്റിക് ബാഗിലും ദെൻ റെഡ് പ്ലാസ്റ്റിക് ബാഗിലും. ദെൻ ഡിസ്പോസൽ മെത്തേഡ് എന്ന് പറയുന്നത് ഇൻസിനറേഷൻ ഓട്ടോക്ലേവിംഗ് അല്ലെങ്കിൽ മൈക്രോവേവിംഗ്. 3 രീതിയിൽ നമുക്ക് ഈ സോളിഡ് വേസ്റ്റിന് നിർമ്മാർജ്ജനം ചെയ്യാം. ഒന്നില്ലെങ്കിൽ കത്തിക്കാം, അല്ലെങ്കിൽ ഓട്ടോക്ലേവ് ചെയ്യാം, ദെൻ മൈക്രോവേവ് ചെയ്യാം. 3 രീതിയിൽ നമുക്ക് ഡിസ്പോസൽ ചെയ്യാം. ഓക്കെ, കാറ്റഗറി 5 ആണ് 6 വായിച്ചു നോക്കാം കേട്ടോ. 5ഉം 6ഉം വായിക്കുക. ടേബിളിൽ മെയിൻ ആയിട്ട് പറയുന്നത് ഓരോ കാറ്റഗറി പേര്, ദെൻ ഏത് കാർഡ്ബോർഡിൽ നിക്ഷേപിക്കണം, ദെൻ ഡിസ്പോസൽ മെത്തേഡ്. ഇത്ര മാത്രം പറയുന്നുള്ളൂ. അത് കൃത്യമായിട്ട് പഠിക്കുക. മെയിൻ ആയിട്ട് കാറ്റഗറി നമ്പർ നോക്കുക, പേര് നോക്കുക, ദെൻ ആ കളർ കോഡും ഒന്ന് നോക്കുക. ഡിസ്പോസൽ മെത്തേഡ് ഏകദേശം നമുക്ക് ഊഹിച്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ എന്ത് രീതിയിലാണ് അതിനെ ഡിസ്പോസൽ ചെയ്യേണ്ടത്. 5ഉം 6ഉം വായിച്ചു നോക്കുക കേട്ടോ. സിക്സ്തിൽ പറയുന്നത് സോയിൽഡ് വേസ്റ്റ്, അതായത് ബോഡി ഫ്ലൂയിഡ്സ്, നമ്മളുടെ ഇപ്പൊ ബ്ലഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്ലഡിന്റെ അംശമൊക്കെയുള്ള കോട്ടൺ തുണികള്, അതുപോലെ ബാൻഡേജുകൾ അല്ലെ, പേഷ്യന്റ് ഉപയോഗിച്ച ബാൻഡേജുകള്, ബാൻഡേജ് ഒക്കെ കട്ട് ചെയ്ത് എടുക്കുമല്ലോ, പ്ലാസ്റ്ററുകള്, അതുപോലെ മറ്റു തുണികള്, ബെഡ്, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് സോയിൽഡ് വേസ്റ്റിൽ വരുന്നത്. അത് യെല്ലോ അല്ലെങ്കിൽ റെഡ് പ്ലാസ്റ്റിക് ബാഗിൽ നമുക്ക് നിക്ഷേപിക്കാം. ദെൻ അത് ഡിസ്പോസൽ ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ ഇൻസിനറേഷൻ ഉപയോഗിക്കാം, ഓട്ടോക്ലേവിംഗ് ഉപയോഗിക്കാം, മൈക്രോവേവിംഗ് ഉപയോഗിക്കാം. ഓക്കെ, അതിനകത്തുള്ളതുപോലെ പേരുകൾ മാത്രം നോക്കിയാൽ മതി. അതിന്റെ ഡീറ്റെയിൽ ഒന്നും പഠിക്കാനില്ല. ടേബിള് മാക്സിമം ഷോർട്ട് ആക്കിയിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പൊ അത് മാത്രം ഒന്ന് പഠിച്ചു വെക്കണം. വായിച്ചോ? കാറ്റഗറി 6 വരെയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി കാറ്റഗറി 7, 8, 9 ആൻഡ് 10 നെക്സ്റ്റ് ക്ലാസ്സിൽ മതിയോ? അല്ലേ, ബാക്കി കാറ്റഗറി കുറച്ചധികം പറഞ്ഞു പോകാനുണ്ട്. ഓക്കെ, ദെൻ പെട്ടെന്ന് വായിച്ചു നോക്കിയേ. നമ്മൾ എടുത്ത അത്രയും പെട്ടെന്ന് വായിച്ചു നോക്കുക കേട്ടോ. കാറ്റഗറി 6 വരെ വായിച്ചു നോക്കി. 10 കാറ്റഗറിയുടെ പേരുകൾ പെട്ടെന്ന് വായിച്ചു നോക്കുക. പെട്ടെന്ന് ആർക്ക് പറയാൻ പറ്റുമെന്ന് നോക്കാം കേട്ടോ. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയ ടേബിള്. പെട്ടെന്ന് വായിച്ചു നോക്കിയിട്ട് പറയാൻ പറ്റുന്നു കേട്ടോ. പേര് മാത്രം നോക്കിയാൽ മതി. കാറ്റഗറി 1 ഹ്യൂമൻ അനാട്ടോമിക്കൽ, കാറ്റഗറി 2 അനിമൽ വേസ്റ്റ്. അങ്ങനെ പേര് മാത്രം നോക്കാം. കാറ്റഗറി നമ്പറും പേര് മാത്രം പെട്ടെന്ന് ഒന്ന് വായിച്ചു നോക്കാം. ടേബിൾ കംപ്ലീറ്റ് പഠിക്കണം. ഇപ്പൊ ജസ്റ്റ് ഒന്ന് ആ പേര് മാത്രം, പേരെങ്കിലും നമ്മൾ പഠിക്കണമല്ലോ ആദ്യം. സിക്സ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് സിമ്പിൾ അല്ലേ? 6 ഏതായിരുന്നു? സോളിഡ്, ലിക്വിഡ്, ഇൻസിനറേഷൻ, കെമിക്കൽ. അതൊരു ഫ്ലോയിൽ അങ്ങനെ പറഞ്ഞു പോകുക, പഠിച്ചു പോകുക.
ഓക്കെ, പറയാൻ റെഡിയാണോ? 10 കാറ്റഗറി പറയാൻ റെഡി ആയിട്ടുള്ളവരുണ്ടോ? ആരുമില്ല? ചലഞ്ച് ഏറ്റെടുക്കാനായിട്ട് ആരുമില്ല? ഉണ്ട്. ഓക്കെ, ജിനി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കുഴപ്പമില്ല, തെറ്റിപ്പോണെങ്കിൽ തെറ്റിപ്പോയിക്കൊള്ളട്ടെ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, പറഞ്ഞോളൂ. റെഡി ആയിട്ടുള്ളവർ പറഞ്ഞോളൂ. ഒരാൾ സ്റ്റാർട്ട് ചെയ്ത ബാക്കി എല്ലാവരും റെഡി ആയിക്കോളും. ഓക്കെ, സഫീറ പറഞ്ഞോളൂ. പറയട്ടെ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോ, പറഞ്ഞു. Category 1 human anatomical waste, Category 2 animal waste, Category 3 microbiology and biotechnology waste, Category 4 waste sharps, Category 5 discarded medicine and cytotoxic drugs, Category 5 soiled waste, Category 6 solid waste, Category 7 liquid waste, Category 8 incineration waste. 8 ഏതായിരുന്നു? സോയിൽഡ്, സോളിഡ്. അത് കഴിഞ്ഞിട്ട് സോയിൽഡ് ലിക്വിഡ്. Category 9 incineration ash, Category 10 chemical waste. ഓക്കെ, കണ്ടോ ചലഞ്ച് ഏറ്റെടുത്തല്ലേ? ഓക്കെ, അപ്പൊ നന്നായിട്ട് പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാം പറയാനായിട്ട് തയ്യാറാവണം, തെറ്റിപ്പോകുന്നു വിചാരിക്കേണ്ട. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഒരു ചലഞ്ച് വിജയിച്ചിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇനി ആർക്കാൻ പറയാൻ പറ്റുന്നത്? ഇടയ്ക്ക് നമുക്ക് ഇങ്ങനെ അവസരമൊക്കെ കിട്ടുള്ളൂ കേട്ടോ. ആരുമില്ല? ട്രൈ ചെയ്യാൻ പോലും ആരുമില്ല? ഓക്കെ ഓക്കെ, ജിനി ദേ ചലഞ്ച് ഏറ്റെടുത്തേക്കാണ്. ഓക്കെ, പറഞ്ഞോളൂ. Category number 1 human anatomical waste, Category number 2 animal waste, Category number 3 microbiology and biotechnology waste, Category number 4 waste sharp, Category number 5 discarded medicine and cytotoxic drugs, Category number 6 soiled waste, Category 7 solid waste, Category 8 liquid waste, Category number 9 incineration ash, Category number 10 chemical waste. ഓക്കെ, കണ്ടോ ജിനി ചലഞ്ച് ഏറ്റെടുത്തു. ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ, അടുത്ത ക്ലാസ്സിൽ എല്ലാവരും പറയാൻ തയ്യാറായിട്ടിരിക്കണം കേട്ടോ. റെഡി ആയിട്ടിരുന്നോളൂ എല്ലാവരും. ഓക്കെ ആണോ? എല്ലാവരും പഠിക്കുമല്ലോ? ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ പഠിക്കണം പ്രത്യേകം പറയണത്. അപ്പൊ ബാക്കി കാറ്റഗറി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. അപ്പൊ എല്ലാവരും ഇങ്ങനെ അവസരം കിട്ടുമ്പോൾ നമ്മൾ പറയാൻ ശ്രമിക്കാം. നമ്മള് തെറ്റിപ്പോകും എന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ. നമ്മള് മാക്സിമം പറയാം. നമ്മളെങ്കിലും ഞാൻ പറയാറില്ലേ, പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. നമ്മള് അതില് വിജയവും തോൽവിയൊന്നും ഒരു കാര്യമില്ല. നമ്മളുടെ ഭാഗത്തു നിന്നുള്ളൊരു എന്താ പറയാ പാർട്ടിസിപ്പേഷൻ മാത്രം മതി. ഓക്കെ, താങ്ക് യു ഓൾ.